ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 3 സ്റ്റെപ്പായാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുള്ളത്. 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിതിലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറീസും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണക്കമുന്തിരി, ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, അതേപോലെ ടൂട്ടി ഫ്രൂട്ടി. പിന്നെ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ 3 മുട്ട, 3 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അതുപോലെ 1 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒരു 3 വട്ടം അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുത്താലുള്ളൂ കേട്ടോ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വരികയുള്ളൂ. അപ്പോൾ അത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി. അതിലേറെ ഒന്നുകൂടി പെർഫെക്റ്റായി കിട്ടുക ഇങ്ങനെ ചെയ്താലാണ് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ പഞ്ചസാരയും മുട്ടയും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായി ഒരു 1.5 മിനിറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ഫ്രൂട്ടുകളിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് തമ്മിലൊട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മൈദയുടെ അളവ് ഇപ്പോൾ 1 കപ്പും 1.5 ടീസ്പൂണും കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ കട്ട പിടിച്ച് എല്ലാം ഒരു ഭാഗത്ത് തന്നെ അടിഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ബാറ്റർ എടുക്കാം. ഇതിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ ഇട്ട് ഒരു ഭാഗത്തേക്ക് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ചിട്ട് കൊടുത്താൽ കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനായും ഇട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി എല്ലാ വശത്തേക്കും ആക്കിയെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട് ഏകദേശം 1.25 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ പുരട്ടി മൈദ തട്ടിയെടുത്തതാണ് കേട്ടോ, മൈദപ്പൊടി ഇട്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തട്ടിയെടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തട്ടിയെടുക്കുന്നത്. ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ എയർ ബബിൾസൊക്കെ പൊങ്ങി വരും.
നമുക്കിത് ബേക്ക് ചെയ്യാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് നന്നായി അടച്ചു വെച്ച് ഏകദേശം ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കണം കേട്ടോ. 50 മിനിറ്റില്ലേ, ചിലപ്പോൾ അതിലേറെ കുറയാനും കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതുപോലെ ഒന്ന് മെല്ലെ തട്ടി പാത്രത്തിലേക്ക് മാറ്റാം. തട്ടിക്കൊടുത്താൽ വേഗം അടർന്നു പോരും കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മുറിച്ചങ്ങാണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ടൊക്കെ ഇതിൽ നല്ലവണ്ണം കാണുന്നുണ്ട്. അതുപോലെ സ്പോഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.